ഇന്ന് നമ്മൾ ഉപ്മാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി ഒരു 3/4 ഗ്ലാസ് റവ ഇട്ട് കൊടുത്ത്, വറുത്തതായാലും അല്ലാത്തതായാലും നമ്മളൊന്ന് ചൂടാക്കണം കേട്ടോ. നീര് നീക്കാത്തിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രൈ ആക്കണം. റവ വറുത്തതോ വറുക്കാത്തതോ ആയിക്കോട്ടെ, എന്നാലും നമ്മളൊന്ന് വറക്കണം കേട്ടോ. പതുക്കൊന്ന് ഒരു 2-3 മിനിറ്റ് നീര് തീക്കാത്തിട്ട് ഒന്ന് വറുത്ത് കൊടുക്കണം. റവ വറുത്ത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു പാത്രത്തിനകത്തൊക്കെ മാറ്റാം. അല്ലെങ്കിൽ ചട്ടിക്കകത്ത് ഇരുന്ന് തന്നെ ചട്ടിയുടെ ചൂട് കൊണ്ട് ഇതൊന്നുകൂടെ കരിഞ്ഞു പോകും. എടുത്ത് വെച്ച് ഇനി അടുത്ത സെക്ഷൻ ഇത്രയും കുറച്ച് നെയ്യിടുക. നെയ്യൊഴിക്കുക. പിന്നെ അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നിങ്ങൾ കുക്ക് ചെയ്യുന്ന ഏത് എണ്ണയാണോ അത് ഒഴിച്ചു കൊടുക്കുക. കഴിയുമ്പോഴത്തേക്കും പിന്നീട് നമ്മൾ കടുകിട്ട് കൊടുക്കണം. എണ്ണയൊന്ന് ചൂടാവട്ടെ, അപ്പോഴേക്കും കടുകിടാം കേട്ടോ. കടുകിട്ടു, കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങിയ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. കുറച്ച് മതി. ഇതൊക്കെ വേണ്ടവർക്ക് മാത്രം ചെയ്താൽ മതി കേട്ടോ. ഈ ഉഴുന്ന് പരിപ്പൊക്കെ ഞാനിതൊക്കെ ഇടുന്നത് കൊണ്ടാണ്. അതിനുശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, സവാള ഇത്ര സാധനങ്ങളിട്ട് വഴറ്റി കൊടുക്കണം നന്നായിട്ട്. ഇതിലേക്ക് ഇനി ഉണക്കമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കണം. അത് രണ്ടും ഇട്ട് ഈ സവാളയൊന്നും അധികം ഒന്നും മൂക്കണ്ട. എന്നുവെച്ചാൽ ബ്രൗൺ കളറാവണ്ട. ഈ കളർ മതി. കളറാകുമ്പോഴേക്കും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ്സിന് ഒരു 1.25 കപ്പ് വെള്ളം. കുറച്ചുകൂടി വെള്ളം. അത്ര വെള്ളം മതി കേട്ടോ. ഉപ്പ് നോക്കട്ടെ. ഉപ്പ് പാകമാണ്. ഇനി തേങ്ങ ആവശ്യമുള്ളവർക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനെന്തായാലും കുറച്ച് തേങ്ങ ഇടും ഇതിനകത്ത്. തേങ്ങ ഇട്ട ശേഷം ആ വെള്ളം തിളച്ച വെള്ളമുണ്ട് ഇതിനകത്ത് കുളിച്ചിരിക്കുന്നത്. ആ വെള്ളം തിളച്ച് നന്നായിട്ട് ഒന്നും കൂടി തിളക്കുന്നുണ്ട്. നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഈ റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കുക. 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം അതിനകത്ത്. ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ട് എല്ലായിടത്തേക്കും ആവത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട ശേഷം തീ ലോ ടു മീഡിയം സൈസിൽ തീ വെക്കുക. ഇപ്പം ഞാൻ തീരെ തീ കുറച്ചിട്ടിരിക്കുകയാണ്. നമുക്കിത് മൂടി വെക്കാം. ഇനി വേവട്ടെ അവിടെ ഇരുന്ന്. ഇപ്പം നമ്മളിത് ഇളക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. അടച്ചു വെക്കുകയാണ്. ഇനി ഇത് അവിടെ ഇരിക്കട്ടെ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് തുറക്കാം. അപ്പോഴേ ഇതാവുള്ളൂ. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദിവസം പറയുന്നുണ്ട്, ഒരു സബ്സ്ക്രൈബർ പോലും കൂടുന്നില്ല കേട്ടോ. പ്ലീസ്. ഇതാ ഉപ്മാവിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. ഉപ്മാവ് ഉണ്ടാക്കി കഴിഞ്ഞ് കണ്ട നല്ല പൊടി പോലെ ഇരിക്കുന്നുണ്ടോ ഉപ്മാവ്. ഇളക്കി കാണിച്ചു തരാം. കണ്ടോ.
വിട്ടിരിക്കും. അല്ല അഥവാ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടുള്ള ഉപ്പുമാവാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ അളവ് സ്വല്പം കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ പൊടി പോലുള്ള ഉപ്പുമാവാണ്. ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഉപ്പുമാവും ഏത്തപ്പഴവും. ആരെങ്കിലും കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അപ്പോൾ ഓക്കെ, ബൈ. ഇനി അടുത്ത ലഞ്ചിൻ്റെ സമയത്ത് കാണാം കേട്ടോ. ഞാൻ കൊഴുവക്കറി അടപ്പത്ത് വെക്കാനായിട്ട് പോവുകയാണേ. ഗ്യാസ് കത്തിച്ചില്ല. അപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ട് നമുക്കിത് അടപ്പത്തേക്ക് വെക്കാം. ഇവിടെ നിന്ന് വേവട്ടെ. ഇതിനകത്ത് അരച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ, മുളക്, ഞങ്ങൾ മല്ലി ഇടാറില്ല കേട്ടോ. മല്ലി ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വളിച്ചു പോകും. ഞാൻ മല്ലി ഇടാറില്ല. മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെന്താ, പിന്നെ വേറൊന്നുമില്ല. പിന്നെ വെളിച്ചെണ്ണ, കുടംപുളി, ഇത്ര സാധനങ്ങൾ ഇട്ട് ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി വറ്റി കഴിയുമ്പോഴത്തേക്ക് അതിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴത്തേക്ക് മീനിൻ്റെ പരിപാടി കഴിയും. അടുത്തത് ഞാൻ തീ കത്തിച്ചു ചെമ്മീൻ അടുപ്പത്ത് വെക്കുകയാണ്. ചെമ്മീനകത്ത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ, സവോള, ഉള്ളി അരിഞ്ഞാൽ ടേസ്റ്റ്. പക്ഷേ മടി കാരണം ഉള്ളി അരിഞ്ഞില്ല. സവോള അരിഞ്ഞ്, പച്ചമുളക്, ഇഞ്ചി, 2 വെളുത്തുള്ളി, ഉണക്കമുളക്, സ്വല്പം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടിയിട്ട് സ്വല്പം വെള്ളത്തിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. അരി വെച്ചില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം അരി വെക്കാനായിട്ട്. ഇപ്പം തുണി അലക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് കഴിയുമ്പോഴത്തേക്ക് അതുകൊണ്ട് വിരിക്കണം. ഇനി 10 കൂടി ചോറും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി അവസാനിച്ച്. ചെമ്മീൻ നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞു. ചെമ്മീൻ്റെ പരിപാടി അവസാനിച്ച്. ഇനിയുള്ളത് മീൻകറിയാണ്. മീൻകറിയും കൂടെ തിളക്കണം. തിളച്ചു തുടങ്ങി. മീൻകറിന് പറ്റണം. അത് കഴിയുമ്പോഴത്തേക്കും ചോറ് വെക്കണം. പിന്നെ തുണി വിരിക്കാനായിട്ട് മഴക്കാർ വെക്കുന്നുണ്ട് നന്നായിട്ട്. കണ്ടോ, മീൻകറി ശരിയായി. മീൻകറിയെല്ലാം നന്നായിട്ട് വറ്റി. ചെമ്മീൻ ശരിയായി. ഇനി ചോറ് വെക്കണം. ഞാൻ മീനിനെ ഓഫ് ചെയ്യാൻ പോകുന്നു. ഉച്ചക്കത്തെ പണിയെല്ലാം കഴിഞ്ഞ് ചോറ് വെക്കണം. അത്രേ ഉള്ളൂ. അരി വെക്കാൻ പോകണേ. ചോറടപ്പം വെച്ചു. ഇനി എനിക്ക് ഈ സമയത്ത് എനിക്കൊരു ചായ കുടിക്കണ പരിപാടിയുണ്ട്. അപ്പോൾ അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ അതും കൂടി എനിക്ക് വെക്കണം. കട്ടൻ ചായയാണ് വെക്കുന്നത്. ശർക്കര ചായ. കാപ്പിപ്പൊടി ഇല്ല ഇവിടെ. അത് ശർക്കര ചായയാണ് കുടിക്കുന്നത്. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താണ് ഞാൻ നേരത്തെ. എന്നാലും ഒന്നുകൂടെയൊക്കെ ഒന്ന് ചെയ്തില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാണ്. ഇതും കൂടി കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി വൈകുന്നേരം നിന്ന് കാപ്പി വെക്കണം. അത് മാത്രമേ ഉള്ളൂ വൈകുന്നേരത്തെ പണി. അപ്പോൾ ചായ തിളക്കട്ടെ. അപ്പോഴേക്കും